കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് കാര്യം. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച, ഞാൻ ഒരിക്കലും കിട്ടുന്ന പോലും വിചാരിച്ചിട്ടില്ല, നമ്മൾ ഈ സ്വപ്നം കാണും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഞാൻ സ്വപ്നം കണ്ട ഒരു ജോബ് എനിക്ക് കിട്ടി. ആൻഡ് അതിനേക്കാളും വലിയൊരു സന്തോഷമൊന്നും എനിക്ക് വേറെ ഒന്നും കിട്ടാനില്ല എൻ്റെ ഈ ബർത്ത്ഡേക്ക്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ കുറേ പേരൊക്കെ എന്നെ ഇഷ്ടമുള്ളവരുണ്ട്, കുറേ പേർക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. പക്ഷെ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ ഇഷ്ടമില്ലാത്തവരെയൊക്കെ നമുക്കങ്ങ് മാറ്റി നിർത്താം. ഇനി നമുക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുള്ള കോഴ്സാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ്റെ. ഒരു 2 ഇയർ ഡിപ്ലോമയാണ് അത് ചെയ്തിട്ടുള്ളത്. ബട്ട് അതിന് മുമ്പ് ഞാൻ BSc ഒക്കെ ചെയ്തിട്ടുണ്ട്, വേറെ കുറേ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബഹ്റൈനിൽ കുറേ നാൾ ആ ജോബ് നോക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഹ്റൈനിൽ ഈ ജോബിനുള്ള സ്കോപ്പ് ഭയങ്കര കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെ ഗിവ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. എന്നാലും പോട്ടെ, എൻ്റെ ആ ഒരു കരിയർ എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ വെച്ച സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കോൾ വന്നത്. ഞാനിന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്കറിയില്ല ഈ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഇൻ്റർവ്യൂ കോളായിരുന്നു അത്. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കറിയായിരിക്കും എനിക്ക് ജോബ് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ. ആൻഡ് ഇത് വന്നിട്ട് ഇറ്റ്സ് മൈ ലാസ്റ്റ് ചാൻസ് ചെയ്യാം. ഇപ്പം ഞാൻ എഴുന്നേറ്റിട്ട് 4 മണി 4:30 ആയപ്പോൾ എഴുന്നേറ്റാണ്. ഇന്നലെ 1 മണിയൊക്കെ വരെ പഠിക്കായിരുന്നു. സോ ഒരു 4:30 ഒക്കെ ആയി എഴുന്നേറ്റപ്പം. കുളിച്ചിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നെപ്പോലെ ആരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പോവാണ്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാനെല്ലാം ഒന്ന് പ്രിപ്പയർ ആക്കി വയ്ക്കാനുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഓൾ തിങ്സ് ആൻഡ് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാനുണ്ട്. ഐ ഹാവ് ഹാഫ് ആൻ അവർ മോർ. അതിനുശേഷം എനിക്ക് പോകാനുണ്ട്. ത്രോട്ട് എനിക്ക് ചെറിയ പെയിൻ ഉണ്ട്, കാരണം ഇങ്ങനെ പഠിച്ചതുകൊണ്ട്. സോ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് ഹോട്ട് വാട്ടർ വെച്ചിട്ടൊന്ന് ഗാർഗിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചേ തോന്നുള്ളൂ, പക്ഷേ ഈ ജോബിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തതിനൊന്നും കയ്യും കണക്കില്ല. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയൊരു ജോബാണ്. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, ക്ലിനിക്കൽ സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഒരുപാട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയൊരു ജോബാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു 3 അല്ലെങ്കിൽ 4 മന്ത്സൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. കാത്തിരിപ്പിനൊടുവിൽ എന്ത് ചൂടം വരികയാണ് പുതിയ ജോബിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇത്ര വർഷം, ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല, ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി കാത്തിരിക്കുന്ന ഒരു ജോബ്. നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും കേട്ടോ, ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ, ഒരു ജോബല്ലേ എന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും, ഇവനൊരു ജോബിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ യൂട്യൂബ് ജേണി പോലും ഒരുപാട് നാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ അതിലും ഗിവ് അപ്പ് ചെയ്തില്ല. ഞാൻ അതിനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആണ് ഞാനിപ്പോൾ ഇത്രയെങ്കിലും നിലയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ കരിയറാണ്. കാരണം എൻ്റെ ഈ കരിയറിന് എന്നെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പോലും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. കോട്ടയം എന്ന് പറയുന്നൊരു 50-60 കിലോമീറ്റേഴ്സിനൊക്കെ ഉള്ളിലാണ് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും വീട്ടിലൊന്നും പോകാൻ പറ്റാതെ സ്റ്റക്കായി നിന്ന് 2 വർഷം പഠിച്ച്. പിന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. കുറേ ഫാമിലി സപ്പോർട്ടും ബില്ലു വന്നത് ആ ടൈമിലാണ്. ബില്ലുവിൻ്റെ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് പഠിച്ച് എടുത്ത് അങ്ങനെ ആയത്. അപ്പോൾ ഇന്നാണ് അതിൽ എന്തെങ്കിലും ഒരു കരിയർ നല്ല രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡിയായി പോവാണ്. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഹാല എവിടെയെന്ന്. ഹാലാനെ ഞാൻ ഡേ കെയർ ആക്കി. നമ്മുടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫ്ലാറ്റിൽ ഡേ കെയർ ഉണ്ട്. അപ്പോൾ അവിടെ ആക്കി. അതിൻ്റെ ഒരു വിഷമം വേറെ ഉണ്ട്, കാരണം ഞാൻ 2 വർഷമായിട്ട് ഹാലാനെ അങ്ങനെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്നിങ്ങനെ മാറിപ്പോകുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവൾ ഓക്കെയാണ് കേട്ടോ. അവൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ അവൾ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇനി ഞാനിങ്ങനെ ഉള്ളിലത്തെ ഒരുപാട് വ്ളോഗ്സൊന്നും എടുത്തില്ല കേട്ടോ. ഇനി ഫസ്റ്റ് ഡേ ആണ്. പിന്നെ നമുക്കങ്ങനെ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരു പ്രൈവസി കീപ്പ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് റൊമാൻസ് കളിച്ചൊന്നുമല്ല കേട്ടോ. എൻ്റെ ഷൂവിൻ്റെ ലൈസ് അഴിഞ്ഞു പോയപ്പോൾ കെട്ടി തന്നതാണ്.
പിന്നെ ഫസ്റ്റ് HR സെഷനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ട്രെയിനിങ് പീരീഡാണ്, കുറച്ച് വിസ പ്രോസസ്സിങ് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടുണ്ട്. പക്ഷേ ഞാൻ 2 days അവിടെ ക്ലിനിക്കൽ സെഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കുറേ പേരൊക്കെ പരിചയമായതുകൊണ്ട് എനിക്ക് അത്ര ഒരു ന്യൂ ഫേസിനെ കാണുന്ന ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാലയുടെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഹാലക്ക് ടെൻഷനും ഹാലക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും അവളെ വിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് കൂടെ ഡേ കെയറിൽ നിന്ന് എത്താത്ത ഇങ്ങനെ വീഡിയോസൊക്കെ അയച്ചു തരും. സോ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് വേറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഇതിങ്ങനെ യൂസ്ഡായി വരണം. പിന്നെ ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ, ഇനി എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ മറച്ചു വെക്കേണ്ട കാര്യം ഒന്നുമില്ല. കാരണം എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര നാളിങ്ങനെ മറച്ചു വയ്ക്കും? കുറേ നാളായി, ഇപ്പോൾ ഒരു 3 to 4 months ആയതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പോൾ ഇനിയെങ്കിലും പറയാൻ ടൈമായെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നലെ ജസ്റ്റ് ലുലുന്നൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 26ൻ്റെ 2 കാണുന്നില്ല കേട്ടോ, 6 ആണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇട്ട് കഴിഞ്ഞാൽ അലമ്പാവും. ഹാല നല്ല കരച്ചിലാണ് കേട്ടോ, ഹാലക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഹാലാനെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമം. എന്താണെന്നറിയില്ല, അവൾ രാവിലെ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ കുറേ നേരം ഇനി അവളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് വ്ളോഗൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ. കാരണം അവളുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് കൊതി തീരുന്നുണ്ടായില്ല ഇന്ന്. അപ്പോൾ ചിലവർ ചോദിക്കും എങ്കിൽ പിന്നെ ജോലിക്ക് പോകണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ജോലിക്കും പോകണം, അവളുടെ അടുത്തും ഇരിക്കണം. രണ്ടും കൂടെ ഇങ്ങനെ ടാലി ആയിക്കൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലൊക്കെ ശരിയാവുമായിരിക്കും അല്ലേ. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാറിലിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാട്ട് വെച്ച് പാട്ട് പാടി അങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ നേരം അവളുടെ കൂടെ ഇങ്ങനെ കളിച്ചു ഞങ്ങൾ. പുറത്ത് പോയിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഭയങ്കര ടയേർഡാണ്. ഓൾറെഡി ജോബ് കഴിഞ്ഞ് വന്നപ്പോഴേ ടയേർഡായിരുന്നു കേട്ടോ. ബില്ലും ഇന്ന് ഭയങ്കര ടയേർഡാണ്. പക്ഷേ ഹാലയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, മാക്സിമം അവളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ജിമ്മിലൊന്ന് കൊണ്ടുപോയി. ജിമ്മിൽ വെറുതെ അവൾക്ക് ഓരോന്ന് കാണുമ്പോൾ കളിച്ചുകൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ അവൾ കുറേയൊക്കെ ഇങ്ങനെ കയറി നടന്ന്. പിന്നെ എനിക്ക് മെയിനായിട്ട് എനിക്ക് യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, വോയിസ് ഓവർ കൊടുക്കാനുണ്ട്, പോസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കൊരു ജോബ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എനിക്കിതൊന്നും കളയാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയുണ്ട്. അപ്പോൾ ഇപ്പോൾ വരെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന 1 മണിയായി. എനിക്ക് 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. പക്ഷേ എനിക്ക് ഇതിലും ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതും ഞാൻ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ഇടാൻ എന്തായാലും തയ്യാറല്ല. കടിച്ചു കണ്ണു നോക്കട്ടെ. കണ്ണ് വേദനയുണ്ടോ? ഇവിടെ വേദനയുണ്ടോ? ഇവിടെ വേദനയുണ്ടോ? ഉവ്വാവുണ്ടോ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ എങ്ങനെയുണ്ട്? മാറിയോ? മാറിയില്ലേ? മാറിയില്ലേ? സത്യം പറഞ്ഞോ? മാറി. എന്നാ വാ, എനിക്ക് ലെറ്റ്സ് ഗോ. എനിക്ക് ഇതല്ല വീട്, നമുക്ക് വീട്ടിൽ പോവാം. കം, എനിക്ക് കം. ജംപ്. സീ യു ടുമോറോ. ബൈ. അങ്ങനെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തോന്നിയില്ലോ എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.